Dear students, welcome to Learner's World. In this video, I am going to talk about questions and answers of the short story Hills Like White Elephants by Ernest Hemingway. First semester, Calcutta University, FI UGP, English Language Skills for Commerce and Management. In our previous video, we discussed about paragraph questions. Answer the following questions in 300 words. അപ്പോൾ ലോങ് എസ്സേ ആണ് 300 വേർഡ്സിന് എഴുതാനുള്ള. എക്സാമിൻ ദ തീം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മിസ്കമ്മ്യൂണിക്കേഷൻ ഇൻ ഹിൽസ് ലൈക്ക് വൈറ്റ് എലിഫൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഹിൽസ് ലൈക്ക് വൈറ്റ് എലിഫൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയിൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ മിസ്കമ്മ്യൂണിക്കേഷൻ തീമായിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Hills Like White Elephants by Ernest Hemingway delivers a unique spark of style that highlights the theme of communication and miscommunication in relationship. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പ്രധാനമായിട്ടും തീമായിട്ട് വരുന്നത് റിലേഷൻഷിപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. ദ സ്റ്റോറി അഡ്രസ്സസ് ദാറ്റ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ മേ ഫർദർ മേക്ക് എ സിറ്റുവേഷൻ വേഴ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയം നടക്കാത്തത് കൊണ്ട് ആ ഒരു സിറ്റുവേഷൻ മോശമാകുന്ന ഒരവസ്ഥ നമുക്കിതിൽ കാണാൻ കഴിയും. ദ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ബിറ്റ്വീൻ ദ ടു ലവേഴ്സ് സെറ്റ്സ് എ ടെൻസ് മൂഡ് ത്രൂ ഔട്ട് ദ സ്റ്റോറി. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും ആ ഒരു ടു ലവേഴ്സ്, ആ ഒരു വൈറ്റ് മാനും ഗേളിൻ്റെ ഇടയിലും ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ട്, ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ടാകുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഒരു ആശയവിനിമയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അവർക്ക് ഇടയിൽ ഒരു ടെൻസ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹെമിംഗ്വേ ഡ്രോസ് അറ്റൻഷൻ ടു ദ awkward relationship through the use of his own distinct style. In the story, Hemingway exposes the theme of communication problems through style using visual images and limited direct dialogue. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഹെമിംഗ്വേ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒരു തീമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഒരുപാട് വിഷ്വൽ ഇമേജറി, അതുപോലെ ലിമിറ്റഡ് ഡയലോഗ്, ചുരുങ്ങിയ ഷോർട്ട് സെൻറ്റൻസസ് ഒക്കെ ഡയലോഗായിട്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ഈ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിൽ പറയുന്നത്. ഹെമിംഗ്വേ യൂസസ് ഇമാജറി ടു ഇൻഡയറക്ട്ലി അൺഫോൾഡ് ദ കപ്പിൾസ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ ഹെമിംഗ്വേ ഇതിൽ ഇമാജറി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു കപ്പിൾസിൻ്റെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ഇമേജ് ഓഫ് ആൽക്കഹോളിക് ബിവറേജസ് സിംബലൈസ് ദെയർ കമ്മ്യൂണിക്കേഷൻ ബാരിയർ. ആൽക്കഹോളിക് ബിവറേജസ് സിംബലൈസ് ചെയ്യുന്നത് അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ബാരിയറാണ്. ദ കപ്പിൾ യൂസസ് ആൽക്കഹോൾ ടു അവോയ്ഡ് ദ ടോപ്പിക് ഓഫ് അബോർഷൻ. അപ്പോൾ ആ കപ്പിൾ അവർ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് ആ ഒരു അബോർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഗേൾ സേസ് ഐ വാണ്ട് ടു ട്രൈ ദിസ് ന്യൂ ഡ്രിങ്ക്, ദാറ്റ്സ് ഓൾ വി ഡു ഇസ്ൻ്റ് ഇറ്റ്, ലുക്ക് അറ്റ് എ ന്യൂ ഡ്രിങ്ക്സ്. അപ്പോൾ ഗേൾ ഇങ്ങനെ പുതിയ ഡ്രിങ്ക്സ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ ഒരു അബോർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് വരാതിരിക്കാൻ, അവരുടെ സംസാരത്തിൽ വരാതിരിക്കാനാണ് ഇതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Intending that drinking is what they spend most of their quality time doing. The girl clearly isn't satisfied with their superficial relationship and lack of conversation as a couple, and the alcohol symbolizes this. Alcohol gives the couple a chance to avoid the reality of how corrupt their relationship is. The girl explained everything taste of licorice, especially all the things you have waited so long for, like I've seen that. അപ്പോൾ ഇതിൽ ആ ഒരു ആൽക്കഹോൾ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കറപ്ഷൻ ഉണ്ട് എന്ന് കാണിക്കാനാണ് ഈ ഒരു ആൽക്കഹോളിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. The girl indirectly implying that she's been in love with the American for so long but no longer enjoys the taste of their relationship. She's expressing that not everything you put time and effort into turns out according to your desires. അപ്പോൾ ഈ ഒരു ഗേൾ ഇൻഡയറക്റ്റ്ലി പറയുന്നുണ്ട് ആ ഒരു അമേരിക്കനെ വളരെയധികം ലവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു മിസ്കമ്മ്യൂണിക്കേഷനാണ്, അവർക്കിടയിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് കാണിക്കാനാണ്
ഇങ്ങനെയൊക്കെ പറയുന്നത്. ഷീ ഈസ് എക്സ്പ്രസിങ് ദാറ്റ് നോട്ട് എവറിത്തിങ് യു പുട്ട് ടൈം ആൻഡ് എഫേർട്ട് ഇൻ ടു ടേൺസ് ഔട്ട് അക്കോർഡിംഗ് ടു യുവർ ഡിസയേഴ്സ്. ദ ഗേൾ ഇസ് നോട്ട് ഹാപ്പി വിത്ത് ദ റിലേഷൻഷിപ്പ് ബിക്കോസ് ദേ ആർ വെരി ഡിസ്റ്റൻറ്റ് ഫ്രം ഈച്ച് അതർ ആൻഡ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ ഒരു പെൺകുട്ടി അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും ഹാപ്പി അല്ല. കാരണം അവിടെ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അവർക്കിടയിൽ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കിടയിൽ ഒരു ആശയവിനിമയം നടക്കുന്നില്ല. അൺമിസ്റ്റേക്കിംഗ്ലി ആൻഡ് ഇൻഡയറക്ട്ലി ലിറ്റററി കോമ്പോണൻറ്റ്സ് സച്ച് ആസ് നരേഷൻ, സെറ്റിംഗ് ആൻഡ് സിംബോളിക് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഓവറോൾ ഇഷ്യൂ ഓഫ് മിസ്കമ്മ്യൂണിക്കേഷൻ. അതുപോലെ അറിയാതെ ഇൻഡയറക്റ്റായിട്ട് ഈ ഒരു സ്റ്റോറിയിൽ നരേഷൻ, ഈ സ്റ്റോറിയുടെ നരേഷൻ, സെറ്റിംഗ്, സിമ്പിൾസ്, ഇമേജറി, ഇതൊക്കെ ഒരു ഘടകമായിട്ടുണ്ട്, മിസ്കമ്മ്യൂണിക്കേഷന് കാരണമായിട്ടുള്ള ഒരു ഘടകമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. And Hemingway depicts an apparent lapse in individual capability to always communicate to their full potential. The couple experiences difficulty in letting their opinions be known on the topic of an issue they are facing. And Hemingway does not communicate to his audience what is to come next for this couple. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവർക്ക് ആ ഒരു വിഷയം എന്താണെന്ന് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെമിംഗ്വേ തൻ്റെ റീഡേഴ്സിനോട് ഒരിക്കലും നെക്സ്റ്റ് ആ ഒരു കപ്പിൾസിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഡയറക്റ്റ്ലി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ നരേറ്റീവ് ടെക്നിക് എംപ്ലോയ്ഡ് ബൈ ഹെമിംഗ്വേ ഇൻ ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലുള്ള നരേറ്റീവ് ടെക്നിക്സ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ് ബൈ ഏണസ്റ്റ് ഹെമിംഗ്വേ അഡോപ്റ്റഡ് സിമ്പിൾ നരേറ്റീവ് ടെക്നിക്. ഹെമിംഗ്വേ യൂസസ് തേർഡ് പേഴ്സൺ ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ. ദ നരേറ്റർ ഈസ് ആൻ ഔട്ട്സൈഡ് ഒബ്സർവർ who provides a neutral description of the story without interpreting the characters' emotions or motives. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ സിമ്പിളായിട്ടുള്ള നരേറ്റീവ് ടെക്നിക്കാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ യൂസ് ചെയ്തിരിക്കുന്നത്. തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതുപോലെ ഒരു നരേറ്റർ ഒരു ഔട്ട്സൈഡ്, ഒരു പുറത്തുനിന്നുള്ള ഒരു ഒബ്സർവറായിട്ടാണ് ഇതിൽ ഈ സ്റ്റോറിയിലുള്ളത് എന്നാണ് പറയുന്നത്. റൈറ്റർ യൂസസ് ഐസ്ബർഗ് തിയറി, ഓൾസോ നോൺ ആസ് തിയറി ഓഫ് ഫോർമേഷൻ, സജസ്റ്റ് ദാറ്റ് എ സ്റ്റോറി ഷുഡ് ബി ലൈക്ക് അൻ ഐസ്ബർഗ്. അതുപോലെ ഈ ഒരു സ്റ്റോറിയിലുള്ള ഒരു നരേറ്റീവ് ടെക്നിക്കാണ് അദ്ദേഹം ഒരു ഐസ്ബർഗ് തിയറി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഹെമിംഗ്വേ യൂസസ് ദിസ് ടെക്നിക് ബൈ ലീവിംഗ് ദ ക്യാരക്ടേഴ്സ് ഫുൾ പാസ്റ്റ് അൺറിവീൽഡ് and by using dialogue and imagery to hint at the story's true meaning. അതുപോലെ ഈ ഒരു ഐസ്ബർഗ് തിയറി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറിയിൽ ഹെമിംഗ്വേ ആ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിൻ്റെ പാസ്റ്റ് ഒരിക്കലും റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഷോർട്ട് സെൻറ്റൻസിലും ഷോർട്ട് ഡയലോഗിലൂടെ അതുപോലെ ഇമേജറിയിലൂടെയൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയുടെ ട്രൂ മീനിങ് വെളിപ്പെടുത്തുന്നത്. The characters speak in short sentences, rarely saying more than a few words at a time. അതുപോലെ ഇതിലുള്ളൊരു നരേറ്റീവ് ടെക്നിക്കാണ് ക്യാരക്ടേഴ്സ് ഷോർട്ട് സെൻറ്റൻസസ് സ്പീക്ക് ചെയ്യുക. ഒരു സമയം കുറച്ച് വേർഡ്സ് മാത്രമേ പറയുന്നുള്ളൂ. റൈറ്റർ അവോയ്ഡ്സ് യൂസിങ് ഡയലോഗ് ടാഗ്സ് ആൻഡ് ഇൻറ്റേർണൽ മോണോലോഗ്സ് ടു ഹൈഡ് ദ അൺസ്റ്റേറ്റഡ് ടെൻഷൻ ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ്. അതുപോലെ ഇൻറ്റേർണൽ മോണോലോഗ്, അതുപോലെ ഡയലോഗ് ടാഗ്സ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ദ വൈറ്റ് എലിഫൻറ്റ് സിംബലൈസസ് എ ബർഡൻ ആസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് സീക്രട്ട് ബട്ട് മെയിൻറ്റെയിനിങ് ഇറ്റ് വുഡ് ബി എക്സ്പെൻസീവ്. ദ ടൈം, ക്യാരക്ടർ, റിലേഷൻഷിപ്പ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻട്രൊഡക്ഷൻ cannot be found. The only information is just that there are two persons waiting for the express from ബാഴ്സലോണ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ടൈം, ക്യാരക്ടർ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ, ഇതൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ആകെ നമുക്ക് ടു പേഴ്സൺ വെയിറ്റ് ചെയ്യാണ് ആ ഒരു ബാഴ്സലോണയിലേക്കുള്ള എക്സ്പ്രസ്. വൺ ഈസ് ആൻ അമേരിക്കൻ മാൻ ആൻഡ് അതർ ഈസ് എ ഗേൾ നെയ്മഡ് ജിക്. ദെയർ അപ്പിയറൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ആർ ഹിഡൻ. ഇതിൽ പറയുന്നത് ഒരു അമേരിക്കൻ മാൻ, ഒരു ഗേളും മാത്രമേ ഇതിലുള്ളൂ. പക്ഷെ അവരുടെ അപ്പിയറൻസും റിലേഷൻഷിപ്പും ഒക്കെ ഹിഡൻ ആണ്. അതൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. The psychological change of characters are all omitted. Without any words to describe the girl's depressed mood, just reflected by a few strokes of action description, readers can guess the inner thoughts of the characters, which help
ടു എൻഹാൻസ് ദ ഇൻറ്ററാക്ഷൻ വിത്ത് റീഡേഴ്സ്. അതുപോലെ സൈക്കോളജിക്കൽ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ സൈക്കോളജിക്കൽ ചേഞ്ച് അതും ഇതിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വേർഡ്സും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, പക്ഷേ ആ ഒരു ഗേളിൻ്റെ ഡിപ്രസ്ഡ് മൂഡ് ഈ ഒരു സ്റ്റോറിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.